മൈക്ക് വർക്ക് ചെയ്യുന്നില്ലെന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സംഭവം വെച്ചിരിക്കുന്നത്. മുടിയൊക്കെ വെട്ടി ബാക്കി വന്ന മുടിയൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ടു. അപ്പോൾ അതിനേക്കാളും വലിയ മൊണ്ണ ലുക്കായല്ലേ. സാരമില്ല, ഒരാഴ്ച കൊണ്ടത് ലെവലായിക്കോളും. അപ്പോൾ തൽക്കാലം തൊപ്പിയൊക്കെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പോൾ അലമ്പാണല്ലോ. അപ്പോൾ കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുകൊല്ലിച്ചതും നീയേ ചാപ്പ. ഇത് തച്ചോളി ഉദയനൻ എന്ന വടക്കൻ പാട്ടിലെ വരികളാണ്. അതിൻ്റെ പൂർണ്ണരൂപം ഏതാണ്ട് ഇങ്ങനെയാണ്: തച്ചോളിളയ കുറുപ്പന്നോരെ, എല്ലാവരെയും കൊണ്ട് പറഞ്ഞു നിങ്ങൾ, എന്നെക്കൊണ്ടൊന്നും പറഞ്ഞില്ലാലോ, പകരം പറഞ്ഞു കുഞ്ഞുദയനൻ, കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചേ നീയേ ചാപ്പ, നിനക്ക് തരാനൊന്നുമില്ല. അതായത് ഉദയനൻ പൊന്നിയത്ത് പടയ്ക്ക് പോയി കതിരൂർ ഗുരുക്കളുമായി അങ്കത്തിൽ ജയിച്ചു. തിരിച്ചു പോരുന്ന വഴി തൻ്റെ ആയുധം, അതായത് സ്വർണ്ണപ്പിടിയുള്ള കടാര, അങ്കക്കളത്തിൽ മറന്നു വെച്ച് എടുക്കാനായിട്ട് അദ്ദേഹം മടങ്ങിപ്പോവുകയാണ്. അവിടെ വെച്ച് പതിയിരുന്ന ശത്രു അദ്ദേഹത്തെ വെടിവെക്കുകയാണ്. വെടി അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ കൊള്ളുന്നു. എന്നിട്ടും അദ്ദേഹം മരിച്ചില്ല. ഉടനെ ആ മുറിവ് തുണി കൊണ്ട് കെട്ടിയിട്ട് അദ്ദേഹം വീട്ടിലേക്ക് എത്തുകയാണ്. മരണം മുമ്പിൽ കണ്ട അദ്ദേഹം ഇതിനിടയ്ക്ക് അവിടെയുള്ള എല്ലാവരെയും പറ്റി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുകയാണ്. ചാപ്പൻ ഉദയനൻ്റെ സന്തത സഹചാരിയും അംഗരക്ഷകനും അടുത്ത കൂട്ടുകാരനൊക്കെയാണ്. പക്ഷേ ചാപ്പനെപ്പറ്റി അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ചാപ്പൻ ചോദിക്കുകയാണ്, എന്നെപ്പറ്റി എന്തേ ഒന്നും പറഞ്ഞില്ല, എല്ലാവരെയും പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ഉദയനൻ പറയുന്ന ഉത്തരമാണ് ഈ വരികൾ: നീ കൊണ്ടു നടന്നു, നീ തന്നെ കൊണ്ടുപോയി കൊല്ലിച്ചു. ഏതാണ്ട് സമാന സാഹചര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഇവിടെ നമ്മുടെ സമൂഹത്തിൽ കാണാനായിട്ട് കഴിയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. ഈ ഒരു വിഷയത്തെപ്പറ്റി ഇന്ന് സംസാരിക്കാൻ തീരുമാനിച്ചതിൻ്റെ പ്രധാന കാരണം തന്നെ കേരളക്കരയിൽ ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്ന മൊണാലിസ എന്ന പേരാണ്. ഇന്ന് കേരളത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന മൊണാലിസ എന്ന പേര് അറിയാത്ത സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാരും തന്നെ ഉണ്ടാവത്തില്ല. എന്താ കാരണമെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസമാണ് ബോബി ചെമ്മണ്ണൂർ മൊണാലിസ എന്ന കുട്ടിയെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ ആ പേര് വാനോളം പുകഴ്ത്തുകയാണ്. എത്രത്തോളം നമ്മൾ ഉയർത്തി കാണിക്കുന്നുവോ അതിനേക്കാൾ ഇരട്ടി ആഘാതത്തിൽ ഉയർത്തിയവരെ നിലത്തടിക്കാനും നമ്മൾ മടിക്കില്ല എന്നതാണ് സത്യം. ആ ഒരു കഴിവ് മലയാളിക്കുള്ളതുപോലെ തന്നെ വേറെ ആർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ തെറി വിളിച്ചവന് വേണ്ടി ഇന്ന് നമ്മൾ ജയ് വിളിക്കും, ഇന്ന് ജയ് വിളിച്ചവനെ നാളെ തെറി പറഞ്ഞ് നിലത്തടിക്കും. സത്യത്തിൽ മലയാളി എന്നൊരു അത്ഭുതം തന്നെയാണ്. അതിപ്പോൾ വളർത്താനായാലും തളർത്താനായാലും ഒന്നും രണ്ടുമല്ല, നിരവധി അനവധി അനുഭവങ്ങളാണ് നമുക്ക് ഓരോ ദിവസവും കാണാനായിട്ട് കഴിയുന്നത്. ഈ പറഞ്ഞ മൊണാലിസയെ ആഘോഷമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് കാണുമ്പോഴാണ് ഈ റാണു മണ്ഡൽ എന്നൊരു തെരുവ് ഗായികയെ നമുക്ക് ഓർമ്മ വരുന്നത്. ഉത്തരേന്ത്യയിലുള്ള റാണാഘട്ട് റെയിൽവേ സ്റ്റേഷനിൽ പാട്ടുപാടി ഉപജീവനം നടത്തിയിരുന്ന അവർ മേരി പ്യാർ കാ നഗ്മ ഹേ എന്ന പാട്ട് അവർ പാടുന്നുണ്ട്. പാടുന്നത് കേട്ട് കഴിഞ്ഞാൽ ലതാ മങ്കേഷ്കർ പാടുന്നതായിട്ടേ തോന്നും. അത് കേട്ടൊരു സംഗീതപ്രേമി അത് വീഡിയോ റെക്കോർഡ് ചെയ്ത് ആ പാട്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയാണ്. ശേഷം പിന്നീട് നടന്നത് ചരിത്രമാണ്. ആ പാട്ട് സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചു. ആ സ്ത്രീയുടെ ജീവിതം തന്നെ മാറി മറിയുകയാണ്. അവരെ ആരാധകർ വളയുകയാണ്. പിന്നീട് അവർ റിയാലിറ്റി ഷോയിൽ വരുന്നു, സിനിമയിൽ പാട്ട് പാടുവാനായിട്ട് അവസരം ലഭിക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് തന്നെ അവർ സെലിബ്രിറ്റിയായി മാറിയെന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അതാണ് ഈ സോഷ്യൽ മീഡിയയുടെ പവർ. ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഇതേപോലെ തന്നെ മറ്റൊരു വശം കൂടെ ഉണ്ട്. ഈ പൊക്കിക്കൊണ്ട് നടക്കുന്നത് പോലെ തന്നെ താഴെ ഇടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഈ റാണുവിൻ്റെ അമിത മേക്കപ്പുള്ള കുറേ ഫോട്ടോകളൊക്കെ പലതരത്തിലുള്ള ക്യാപ്ഷനൊക്കെ കൊടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പരക്കുകയാണ്. അവരുടെ പെരുമാറ്റം, വസ്ത്രം, ഇതെല്ലാം വിമർശിക്കപ്പെടുകയാണ്. അവരെ ഒരു പരിഹാസ കഥാപാത്രമാക്കി പിന്നീട് മാറ്റി. അവരിപ്പോൾ എവിടെയുണ്ടെന്നറിയില്ല, നമ്മൾ അന്വേഷിക്കാറുമില്ലല്ലോ. കാരണം ഈ റാണു പോയി കഴിഞ്ഞാൽ ഹണി വരും, ഹണി പോയാൽ മൊണാലിസ വരും, മൊണാലിസ പോയാൽ മറ്റാരെങ്കിലുമൊക്കെ വരും, അത്രയേ ഉള്ളൂ. ഇത്രയും പ്രതിസന്ധികൾക്കിടയിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു താരമായിട്ട് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ കീപാഡും ക്യാമറയും പൊതുസമൂഹത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. സോഷ്യൽ മീഡിയയിലെ ഓരോ പോസ്റ്റുകളുടെ ചുവട്ടിലും വിദഗ്ധരുടെ അഭിപ്രായമൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ചിരി വരും, ചിലപ്പോൾ നമ്മൾ ഒരുപാട് ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ടാകും, ചിലപ്പോഴൊക്കെ സങ്കടവും വരും. കാരണം നമ്മൾ മലയാളികളെപ്പോലെ സമകാലിക വിഷയങ്ങളിൽ ഇത്രയധികം നിലപാടുകൾ വ്യക്തമാക്കുകയും തെറി പറയേണ്ടവരെ പറയുകയും ട്രോളുകൾ ഉണ്ടാക്കി വിമർശിച്ച് പിന്നീട് ആകാശത്തോളം ഉയർത്തി അതുപോലെ തന്നെ നിലത്തടിക്കാനും കഴിവുള്ള മറ്റാരാ ഉള്ളതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. നമ്മൾ തന്നെ, നമുക്കേ അതൊക്കെ പറ്റൂ. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് സൂക്ഷിച്ചോ. നിങ്ങളൊരു സോഷ്യൽ മീഡിയ താരമാണോ? നിന്നെയൊക്കെ 4 പേര് അറിയുമോ? നിനക്കൊക്കെ കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ? ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. ഇങ്ങനെ പൊക്കി അതേപോലെ തന്നെ പൊക്കി താഴെയിടും ഈ സോഷ്യൽ മീഡിയ, ഉറപ്പാണ്. പൂച്ചക്കണ്ണിൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങി മൊണാലിസ എന്ന പെൺകുട്ടിയുടെ പിന്നാലെ ഇപ്പോൾ ആരൊക്കെയോ കുറേ പേരൊക്കെ കൂടിയിരിക്കുകയാണ്. എന്താവോ എന്തോ അറിയില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, നിങ്ങളും പറയാനുള്ളത് പറയുക. എത്ര നേരം പറഞ്ഞു എന്നതല്ല, എന്തു പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്നതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയേണ്ടവരോട് പറയുക തന്നെ ചെയ്യുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. കഴിഞ്ഞെന്നേ. ഓക്കെ.